ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ ഒന്നിനെ കുറിച്ച് തന്നെ വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ ഒരു 100 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തി അല്ലെ? അത്രയും നിങ്ങൾ പി എസിനെ കുറിച്ച് അറിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അപ്പം മറുപടി കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. എനിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യന് 1950 മുതൽ മൗലികാവകാശത്തിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്? 44ാം ഭരണഘടനാ ഭേദഗതി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഭരണഘടന? ഒരു മനുഷ്യന്, ഇന്ത്യയിലെ ഒരു പൗരന് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ഗവൺമെന്റ് നമുക്ക് കുറെ അവകാശങ്ങൾ നൽകുകയും വേണം അല്ലെ? ഇനി ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോടതി പോകുന്നുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരെ അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും അത് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചോദ്യം ചെയ്യാം? കോടതി പോയിട്ട് ചോദ്യം ചെയ്യാം. അത് എവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭരണഘടന തയ്യാറാക്കാൻ ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതി 1946 രൂപീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ സമിതി ഓരോ രാജ്യത്തിലെയും ഭരണഘടന എടുത്തിട്ട് അതിനെ കോറായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തു വേണം എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏതാണെന്നറിയോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. അതായത് ലിഖിത ഭരണഘടനയാണ്, എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയാണ് ഇത്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. ഈ ഭരണഘടനയിൽ ഒരു കോറായിട്ടുള്ള മറ്റൊരു ഭാഗമുണ്ട്. ഇതിനാണ് പറയാം മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൗലികമായതാണ്, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട, ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക്, ഇപ്പൊ വിദേശികൾക്ക് അതിലെല്ലാതൊന്നും അവകാശമല്ല. പക്ഷെ ഇന്ത്യയിൽ ജനിച്ച പൗരന്മാർക്ക്, ഇവിടെ രജിസ്റ്റർ ചെയ്ത പൗരന്മാർക്ക് അവകാശപ്പെട്ടത് അത്രയും ഇത് ലംഘിച്ചു കഴിഞ്ഞ കോടതി പോവാം. പക്ഷെ ഏത് കോടതിയിലേ പോകാൻ പാടുള്ളൂ? 2 കോടതിയുണ്ട്. ഒന്ന് ഹൈക്കോടതിയും രണ്ടാമത്തെ സുപ്രീം കോടതിയും. ഈ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി നമുക്ക് സമീപിക്കാം. സിനിമയിലൊക്കെ കാണാനില്ലേ നിങ്ങൾ? പോലീസുമാർ പറഞ്ഞ ഇന്ന സെക്ഷൻ പ്രകാരം ഇന്ന ആൾക്ക് ഇന്ന കുറ്റമാണ്. അത് എവിടുന്ന് എടുത്തു? ഭരണഘടനയിൽ നിന്ന് എടുത്തു. ആ സെക്ഷന് ഇയാൾ എന്തെങ്കിലും ലംഘിച്ചിട്ടുണ്ട്, ഇയാൾ കളവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ട്, അയാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അതൊക്കെ എവിടെ ഉള്ളതാ? ഭരണഘടനയിലുള്ളതാണ്. അപ്പോ നമുക്ക് എന്താണ് മൗലികാവകാശം എന്ന് പഠിക്കണം. ഇനി നമുക്ക് സ്വത്തവകാശത്തിലേക്ക് വരാം. പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലൊക്കെ രാജഭരണം ഉണ്ടായിരുന്നു, ജന്മിമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ജന്മിമാരുടെ കീഴിലായിരുന്നു കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ മൗലികാവകാശത്തിൽ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. ഇപ്പൊ 6 മൗലികാവകാശമുള്ളൂ. അതിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും സ്വത്തൊക്കെ സംരക്ഷിക്കാം, സ്വത്തുകൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ സ്വത്തവകാശം ഉണ്ടായിരുന്നത്. ഇത് എടുത്തു കളയാനുള്ള കാരണം എന്താ? അന്ന് ഇവിടെ കുറെ കുടിയാന്മാരുണ്ടായിരുന്നു. കുടിയന്മാർക്ക് സ്ഥലം ഉണ്ടോ? ഇല്ല. ഒരു പാട്ടത്തിന് എടുത്ത് മറ്റുള്ളവരുടെ കീഴിൽ പണി എടുത്തിട്ടായിരുന്നു. അത് സ്വന്തമായിട്ട് എന്തുണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലമൊക്കെ പിന്നീട് എന്ത് ചെയ്തു? ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ തുടങ്ങി. തുച്ഛമായ പൈസ കൊടുത്തിട്ട് പിടിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷെ ഈ ജന്മിമാർ സമ്മതിക്കോ? ഇല്ല. അവരതിനെതിരെ എന്ത് ചെയ്തു? കേസിന് പോയി. ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട്. കേരളത്തിൽ നിന്നാണ് ആ കേസ് പോയിട്ടുള്ളത് സുപ്രീം കോടതിയിലേക്ക്. അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ, എനിക്ക് കുറെ പൈസ വേണം, എന്റെ സ്ഥലമൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുറെ സ്ഥലം വേണം, പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് തുച്ഛമായ പൈസ കൊടുത്തിട്ടാണ് ഗവൺമെന്റ് അതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ അതിനെതിരെയൊക്കെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, കാരണം ആമുഖം എന്ത് ചെയ്യാം, നമുക്ക് മാറ്റത്തിരുത്തലൊക്കെ വരുത്താം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് പറഞ്ഞു? ഈ കേശവാനന്ദ ഭാരതി കേസ് പറഞ്ഞ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ആമുഖം പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കും. ഞാനിത് പറഞ്ഞു എന്നുള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ സ്വത്തവകാശം എന്ത് ചെയ്യുന്നത്? എടുത്തു കളയുന്നത്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ എടുത്തു കളയുന്നത്. എങ്ങനെ? ഇപ്പൊ സ്വത്തുക്കൾ എല്ലാവർക്കും, ഒരാൾക്കാർ കുറെ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് വരുന്ന സ്വത്തുക്കള് ഇപ്പൊ ഒരാൾക്ക് നിശ്ചിത പരിധി എന്ത് ചെയ്യാ വെക്കുക. ഇപ്പൊ കാടിന്റെ ഏരിയകളിലൊക്കെ, ഇപ്പോഴത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കാടിന്റെ ഏരിയകളിലുള്ള ആളുകൾക്കൊക്കെ പൈസ കൊടുത്തിട്ട് ആ സ്ഥലം എന്ത് ചെയ്യാണ്? സർക്കാർ വാങ്ങുകയാണ്. കാരണം അത് അതിക്രമിച്ച് കയറുകയാണ് ജനങ്ങൾ. പിന്നീട് അങ്ങനെ കയറി പിന്നെ കാട്ടിലുള്ള ജീവിക്കാൻ പറ്റുന്ന അത് അവർക്ക് സ്ഥലം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഗവൺമെന്റും ആളുകളൊക്കെ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പുറത്താണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആദ്യം എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? അതൊരു ക്വസ്റ്റ്യൻ ആണ്. 7 മൗലികാവകാശങ്ങൾ. ഇപ്പൊ എത്ര മൗലികാവകാശം ഉള്ളത്? 6 മൗലികാവകാശങ്ങൾ. ഏത് മൗലികാവകാശം എടുത്തു കളഞ്ഞത്? സ്വത്തവകാശം. സ്വത്ത്
ഉണ്ടാക്കുക. ഇപ്പൊ അതൊരു നിയമാവകാശം മാത്രമാണ്. ഇതാണ് നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. എന്നാൽ അത് മൗലികാവകാശം അല്ല. മൗലികാവകാശം അല്ല. അപ്പൊ എന്താണ് മൗലികാവകാശങ്ങൾ? ഇതൊക്കെ കേട്ടപ്പോ സ്വത്തവകാശം മൗലികാവകാശത്തിലുള്ളതാണ്. അപ്പൊ മിസ് എന്തൊക്കെ പറയാനുണ്ട് അല്ലെ? അപ്പൊ മൗലികാവകാശങ്ങൾ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ മൗലികാവകാശം? എനിക്കൊന്ന് വേണമെന്നിട്ട് കോടതിക്ക് ഒന്ന് പോവാന് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അപ്പൊ മൗലികാവകാശത്തേക്ക് നമുക്ക് പോകാട്ടോ. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലികാവകാശം. ഇത് നമ്മുടെ അവകാശമാണ്. നമുക്ക് നിരസിച്ചാൽ എന്ത് പ്രകാരം പോകാം? 226 പ്രകാരം ഹൈക്കോടതിയെയും, ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയൊക്കെ നമുക്ക് കേസിന് പോവാട്ടോ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് മൗലികാവകാശങ്ങളുടെ INC സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. അതായത് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനം. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. അത് പറഞ്ഞ ആ പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. അവകാശ പത്രിക വേണമെന്ന് 1928 ആവശ്യം ഉന്നയിച്ച കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ഇങ്ങനെ ഒരു മൗലികാവകാശത്തിന്റെ പത്രിക വേണം, നിർബന്ധമാണ്. കാരണം ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകണം. അപ്പൊ ഈ ഭരണഘടന നിർദ്ദേശക തത്വങ്ങളുണ്ട്, കടമകളുണ്ട്. ഇപ്പോ പതാക സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു കടമയാണ്. നമ്മളെ സഹോദരന്മാരായിട്ട് കാണുക എന്ന് പറയുന്നത് അതൊരു കടമയാണ്. ഈ നിർദ്ദേശക തത്വങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കുടിൽ വ്യവസായം ഒരു നിർദ്ദേശക തത്വങ്ങളാണ്. അതേപോലെ തന്നെ മദ്യപിക്കരുത് എന്ന് പറയുന്നത് ഒരു നിർദ്ദേശക തത്വങ്ങളാണ്. ഇയാൾ മദ്യപിക്കുന്നുണ്ട് എന്നുകൊണ്ട് അയാൾ നമുക്ക് ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കോടതി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങളാണെന്നുണ്ടെങ്കിലും കടമകളാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, അത് കോടതി പോയിട്ട് കേസൊന്നും വാദിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ, അവരത് പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് കേസിന് പോവാം. അത് അപ്പൊ എവിടെ പോകും? മൗലികാവകാശം. നമ്മുടെ സ്വാതന്ത്ര്യം ലംഘിക്കല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം ലംഘിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എവിടെ പോവാ? കോടതിയിൽ പോവാൻ പറ്റുക. ഓക്കെ. അപ്പോ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. എന്താണ്? കറാച്ചി സമ്മേളനം. അവകാശ പത്രിക വേണമെന്ന് 1928 ഉന്നയിച്ച കമ്മിറ്റി ഏതാ? കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. എന്താണ്? മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനാണ് മോത്തിലാൽ നെഹ്റു. അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. അച്ഛനും മകനായിരുന്നു കേട്ടോ. അങ്ങനെ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ? ഈ സർദാർ വല്ലഭായ് പട്ടേൽ നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കാശ്മീര്, അതേപോലെ തിരുവിതാംകൂർ, ജൂനഗഡ്, ഹൈദരാബാദ് ഇതൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഞങ്ങൾ ഒറ്റക്ക് ഭരിച്ചോണ്ട്, നിങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞാൻ ഒറ്റക്ക് ഭരിച്ചോണ്ട് എന്ന് പറഞ്ഞ നാട്ടുരാജ്യങ്ങളായിരുന്നു അവരെ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന് അത്രയും കഴിവുണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യയിലേക്ക് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. അപ്പൊ നാട്ടുരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം എങ്ങനെ കാണാം? അവിടുത്തെ ജനങ്ങളെ കാണും, അവിടുത്തെ ജനങ്ങളെ പ്രശ്നങ്ങളെ കാണും, അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറും അല്ലെ? നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാ നാടുകളിലൂടെ ഇങ്ങ് നടക്കല്ലേ, എല്ലാ നാട്ടുരാജ്യങ്ങളോടും നടക്കല്ലേ? അപ്പൊ ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശം വേണം? സതി നിരോധിക്കണം എന്നുള്ളതും, ഐക്യ നിർമ്മാർജ്ജനം ഉണ്ടാവണം എന്നുള്ളതും, ഇവർക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതും, ഇവർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് USA, അതായത് അമേരിക്ക. ഞാൻ പറഞ്ഞില്ലേ, ഓരോ രാജ്യത്തിലെയും ഭരണഘടനകൾ എടുത്ത് അതിൽ നല്ല കോറായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി നമുക്ക് ഭരണഘടന ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത് ഈ മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? USA, അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഭരണഘടന മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3. എത്ര?
ഭാഗം 3 നമുക്ക് ടോട്ടൽ ഒരു 12 ഭാഗങ്ങളുണ്ട് ഭരണഘടനയിൽ. ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ ഭാഗം 1 ഇന്ന ചാപ്റ്റർ അങ്ങനെയല്ലേ കൊടുക്കുക. അങ്ങനെ ഭാഗം 3 മൗലികാവകാശങ്ങളെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഭാഗം 1 തൊട്ട് 10 വരെയുള്ള ചാപ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഭാഗം 3 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. 6 ഇപ്പൊ നിലവിലുള്ള മൗലികാവകാശങ്ങൾ. ഒന്ന് എടുത്തു മാറ്റിയതാണ് സ്വത്തവകാശം അല്ലെ. സ്വത്തവകാശം അപ്പൊ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു കേട്ടോ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1978 നമ്മുടെ ജനതാ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആയിരുന്നാല് മൊറാർജി ദേശായി. അന്നത്തെ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. നിലവിൽ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ഒഴിവാക്കിക്കാണ്. 31 എന്ന ആർട്ടിക്കിൾ ഒഴിവാക്കിക്കാണ്. ഇപ്പൊ 31 എന്ന ആർട്ടിക്കിൾ ഇതിലില്ല, മൗലികാവകാശത്തിലില്ല. അത് ഒഴിവാക്കിയിട്ട് അതിന് വേറെ സ്ഥലത്തേക്ക് മാറ്റണല്ലോ. ഒരു ചാപ്റ്റർ ഇവിടെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആ ചാപ്റ്റർ മാറ്റണല്ലോ. ആ ചാപ്റ്റർ മാറ്റിയിട്ടുള്ളത് 300A അനുച്ഛേദം 300A നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 12. ആദ്യം ഏതിലായിരുന്നു മൗലികാവകാശം ഏത് ഭാഗത്തായിരുന്നു? ഭാഗം 3 ഇപ്പോ മൗലികാവകാശത്തിലെ സ്വത്തവകാശത്തെ മാറ്റിയിട്ടുള്ളത് ഏത് ഭാഗത്തേക്കാ? ഭാഗം 12 ആദ്യം സ്വത്തവകാശത്തിന്റെ അനുച്ഛേദം ഏതായിരുന്നു? 31 ഇപ്പൊ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഏത് അനുച്ഛേദത്തേക്കാ മാറ്റിയത്? 300A മാറ്റിയിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മളൊരു പുസ്തകം എടുത്തു, ആ പുസ്തകത്തിൽ അവിടെ എന്തില്ല, ആ പേപ്പർ ആവശ്യമല്ല. പക്ഷെ ആ പേപ്പർ വേറെ സ്ഥലത്ത് ആവശ്യമാണ്. ആ പേപ്പർ നമ്മൾ അവിടെ കീറിയിട്ട് എന്ത് ചെയ്യും? ആ പുസ്തകത്തിന്റെ ബേക്കിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു വെക്കും അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ.